സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ എഫ്സെറ്റ് വേർഷൻ 1ന്റെ കാർബറേറ്ററാണ്. എഫ്സെറ്റ് വേർഷൻ 1 വാഹനം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രശ്നം വരുന്നത് ഈ കാർബറേറ്ററിൽ നിന്നായിരിക്കും. അതായത് വളരെയധികം മിസ്സിംഗ് ആയിരിക്കും ഈ കാർബറേറ്ററിൽ നിന്ന് വരിക. അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രോപ്പറായി ചെക്ക് ചെയ്ത് എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എത്ര ക്ലീൻ ചെയ്താൽ നമുക്ക് റെഡിയായി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കമ്പനി വരുന്നത് മീക്കൂനി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു കാർബറേറ്ററാണ്. അപ്പോൾ ഇത് വേറെ കമ്പനിയുടെ അവൈലബിൾ ആണ്, പക്ഷേ അത് ഇതിൻ്റെ അത്ര ക്വാളിറ്റി നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ കാർബറേറ്റർ തന്നെ ഞാൻ ഏകദേശം ഒരു 10-20 പ്രാവശ്യത്തിന് മേലെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് അത് തന്നെ സ്വയം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് വീണ്ടും മിസ്സിങ് വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിവാക്കിയ കാർബറേറ്ററാണ്. അപ്പോൾ ഈ മിസ്സിങ് നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് അഴിച്ചിട്ട് ഇതിൻ്റെ ജെറ്റുകൾ ക്ലീൻ ചെയ്താൽ, അതായത് മെയിൻ ജെറ്റ്, പാലറ്റ് ജെറ്റ്, നമ്മൾ ചോക്കിലേക്ക് പോകുന്ന ജെറ്റ്, ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മിസ്സിങ് മാറി കിട്ടില്ല. അപ്പോൾ അത് മാറണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കണം. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വാക്വം പിസ്റ്റണാണ്. നമ്മൾ പെട്രോളൊക്കെ ഉള്ളിലേക്ക് കയറുന്നത് ഈ വാക്വം ഉപയോഗിച്ച് സക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് കേട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് മിസ്സിങ് അനുഭവപ്പെടുന്നത്. മറ്റുള്ള ജെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആണെങ്കിലും മിസ്സിങ് വരുന്നത് ഇതുമൂലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാക്വം പിസ്റ്റൺസ്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗമായിട്ട് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലൈഡറാണ്. അപ്പോൾ അതായത് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പിസ്റ്റൺ പോലെയുള്ള ഭാഗം. അപ്പോൾ ഇതിന് നമുക്ക് സ്ക്രാച്ച് വന്നതിനൊന്ന് നമ്മളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് തിളങ്ങി നിൽക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് സ്ക്രാച്ച് വന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ലേശം ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും നമുക്ക് അത് യൂസ് ചെയ്യാൻ കഴിയും, പക്ഷേ അത് അത്ര പ്രായോഗികമല്ല. ഇപ്പോൾ അടുത്ത് ഇതാണ് നമ്മുടെ അതിൻ്റെ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർ മുകളിലേക്ക് സക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രഷറിലാണ് നമുക്ക് പെട്രോളൊക്കെ ജെറ്റിലേക്ക് കയറി വരുന്നത്, അതുപോലെ തന്നെ എഞ്ചിനിലേക്ക് സ്പ്രേ ആയപ്പെടുത്തും. അപ്പോൾ ഇതിന് ഹോളുണ്ടോ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ സ്ലൈഡറിലേക്ക് ഡയഫ്രം ഫിക്സ് ചെയ്തു. അപ്പോൾ ഫിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിൽ നോക്കിയിട്ട് മാത്രമാണ് ഡയഫ്രം വെക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ ലോക്ക് ഉണ്ട്, ആ ലോക്കും അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. കട്ടിങ് വരുന്ന ഭാഗത്താണ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡയഫ്രം ലോക്കായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ മിസ്സിങ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡറിന് പ്രശ്നമില്ലെങ്കിൽ ആ ഡയഫ്രം ഒന്ന് മാറിക്കളയുക. കാരണം അതിൽ ഹോൾ വന്ന് നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ ശക്തമായ വെളിച്ചം ഉപയോഗിച്ചിട്ട് അതിൽ വെച്ച് നോക്കിയാലൊക്കെ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ യമഹയുടെ ഒറിജിനൽ പാർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയഫ്രം മാത്രമായിട്ട് ഏകദേശം 900 രൂപ അടുപ്പിച്ചാകുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ പൾസർ 180, 150യുടെ ഡയഫ്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ അതിന് വില കുറവായിരിക്കും. അപ്പോൾ സെയിം ആണ്, അതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതുപോലെ തന്നെ സ്ലൈഡർ നമുക്ക് യമഹയുടെ പർച്ചേസ് ചെയ്യാൻ കുറച്ച് റേറ്റ് അധികമാണ്. നമ്മൾ അപ്പാച്ചി RTRന്റെ സ്ലൈഡറോ, അതായത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം അല്ല, അതുപോലെ തന്നെ പൾസറിൻ്റെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യമഹേൻ്റെ ഒറിജിനൽ ആ നീഡിൽ നമ്മൾ മാറ്റിയിട്ട് കൊടുക്കണം. അപ്പോൾ പൾസറിൻ്റെ ആ നീഡിലിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ താഴെക്കാടിൻ്റെ നീഡിലിൽ പൾസറും എഫ്സെറ്റിൻ്റെയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. അത് കുറച്ചൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് കൊടുത്താൽ മതി, അല്ല വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ മതി. നമുക്ക് ഈ സെറ്റ് അടക്കം യമഹയുടെ ഷോറൂമിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1200 രൂപ വരും. അപ്പോൾ അത് വളരെ നഷ്ടമാണ്. കാരണം പുതിയ കാർബറേറ്റർ പൾസറിൻ്റെ ഒക്കെ 2400 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെതായ പ്രത്യേകത നമുക്ക് യമഹ കാർബറേറ്ററിലുണ്ട്. അതിൽ സെൻസർ, TPS സെൻസർ അടക്കം വരുന്നതാണ്. അപ്പോൾ പൾസറിൽ വരുന്നില്ല. കാരണം അതിൻ്റെ റേറ്റ് കൂടാൻ കാരണം നമുക്ക് പുള്ളിങ് കൂടുതൽ നമുക്ക് എഫ്സെറ്റിൻ്റെ കാർബറേറ്ററിലാണ് കിട്ടുക. അപ്പോൾ ഞാനൊരു ഡയഫ്രം ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിൽ ഇറക്കി വെക്കണം അതിൻ്റെ ഭാഗം. നമുക്കതിലൊരു കട്ടിങ് കാണാൻ കഴിയും ഡയഫ്രത്തിൽ. അത് ആ കട്ടിങ്ങിലേക്ക് തന്നെ ഇറക്കി വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ സൈഡിലും ഓക്കെ ആണെന്ന് ശേഷം നമ്മൾ അതിൽ സ്പ്രിങ് ഇടുക. സ്പ്രിങ് ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ക്യാപ്പ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഡയഫ്രം ഓക്കെ ആണെന്ന് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുൻവശത്തോടെ നമ്മൾ വിരലിട്ടിട്ട് ആ സ്ലൈഡർ ഒന്ന് മുകളിലോട്ടൊന്ന് പൊക്കി നോക്കുക. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ കഴിയും. അപ്പം നമുക്ക് അവിടെ പ്രഷർ വളരെ കുറച്ച് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഡയഫ്രത്തിന് എവിടെയോ ഹോൾ വന്നിട്ടുണ്ട്. പ്രഷർ കുറവാണ്, നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മുകളിൽ കയറി പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡയഫ്രത്തിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ കുറച്ചൊരു പ്രഷർ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഡയഫ്രം ഓക്കെ ആണ്, നമുക്ക് ഈ രീതിയിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് സ്മൂത്തായി കയറി പോകുന്നുണ്ട്, ഇതിന് ഡയഫ്രം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡയഫ്രം ഒന്ന് നമുക്ക് വെളിച്ചുള്ള ഭാഗത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹോൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സൂര്യപ്രകാശത്തിൽ അതുപോലെ തന്നെ ടോർച്ച് ലൈറ്റിൽ ഉപയോഗിച്ച് നമുക്ക് നോക്കാൻ കഴിയും. നമ്മുടെ കാർബറേറ്റർ ഏകദേശം ഒരു 4-5 വർഷം പഴക്കമുണ്ടെങ്കിൽ, അതായത് വാഹനം മേടിക്കുമ്പോഴുള്ള കാർബറേറ്റർ ആണെങ്കിൽ അതിൻ്റെ ഡയഫ്രം നമുക്ക് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതായത് സ്ലൈഡർ അടക്കം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരിക.
നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് റെഡിയാക്കുന്നതായിരിക്കും ബെറ്റർ. അതിന് കറക്റ്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എയർ ലീക്ക് വരും. നമ്മുടെ ഒരു പുതിയൊരു വെബ്സൈറ്റിന്റെ ഒരു കാർബറേറ്റർ പർച്ചേസ് ഏകദേശം 5000 രൂപേനെ അടുപ്പിച്ച് വരും. അപ്പോൾ നമുക്ക് പഴയ കാർബറേറ്റർ പരമാവധി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ ജെനുവിൻ യമഹയുടെ പാർട്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ പൾസർ 180 കാർബറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെച്ചാൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഗിയറിൽ വളരെയധികം ആക്സലേഷൻ ലാഗ് ആയിരിക്കും. നമ്മൾ രണ്ടും ഇട്ട് നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് ഞാനിപ്പോൾ വണ്ടിയിൽ ഇതാണ് ഉപയോഗിക്കുന്നത്, പഴയതാണ്, അതിന് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ഡയഫ്രം കംപ്ലൈന്റ് ആയിട്ടുള്ള ഇതെനിക്ക് മനസ്സിലായത്. 180 കാർബറേറ്റർ യൂസ് ചെയ്തിട്ട് എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ സിംഗിൾ ആയിട്ട് പോകുമ്പോൾ പിന്നെ നമ്മുടെ കുന്നൊക്കെ വിടുമ്പോൾ വലിയ വിഷയമില്ല. അപ്പോൾ രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിഷയമാണ്. അത് എഞ്ചിൻ നന്നായിട്ട് പുള്ളിങ്ങിൽ വലിക്കില്ല. അപ്പോൾ ഞാനപ്പോൾ ഇത് പഴയ കാർബറേറ്റർ ഒന്നും കൂടി റീഫിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് വണ്ടി. അപ്പോൾ വലിയ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷെ അതിന്റെ നമുക്ക് ഒരു മിസ്സിങ് അത് മാറിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഡയഫ്രം കംപ്ലൈന്റ് ആയതുകൊണ്ടാണെന്ന് എനിക്കത് മനസ്സിലായത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.